പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. വിഖ്യാത തത്വചിന്തകരിൽ ഒരാളായ ഫ്രെഡറിക് നീറ്റ്ഷെയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്താട്ടോ ഞാൻ നിൽക്കുന്നത്. അത് ജർമ്മനിയിലെ നൗംബുർഗ് നഗരത്തിലുള്ള നീഷെ ഹൗസ് അഥവാ നീറ്റ്ഷെ മ്യൂസിയം, അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ചെലവഴിച്ച വീടാണ് അത്. പിന്നെ അത് ഇന്നത് ഒരു മ്യൂസിയമായും ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. അപ്പോൾ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ നിന്ന് ഏകദേശം 190 കിലോമീറ്റർ അകലെയാണ് ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലം. അപ്പോൾ റോഡ് മാർഗം ഏകദേശം 2.5-3 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാവിലെയാണ് പുറപ്പെട്ടത്. 2:30 ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ പ്രകാശും അതേപോലെ ഞങ്ങൾ സുഹൃത്തുക്കളും ജർമ്മൻകാരിയും ജേർണലിസ്റ്റുമായ ക്രിസ്റ്റീനയും ഒന്നിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് അവിടെ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം ജീവിച്ച വീട്. ഇന്നിപ്പം അവിടെ നമ്മൾ കാണുന്നത്, കയറി വരുന്ന മുറിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തത് വെച്ചിട്ടുണ്ട്. ചുമരുകൾ നിറയെ പെയിൻറ്റിങ്സാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, കൈയെഴുത്ത് പ്രതികൾ, വ്യക്തിപരമായ വസ്തുക്കൾ, ചിത്രങ്ങൾ, ഇതൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുതിരേനെ വെള്ളക്കുതിരേൻ്റെ ഒരു വലിയ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗവേഷകരും സാഹിത്യസ്നേഹികളും തത്വചിന്ത വിദ്യാർത്ഥികളൊക്കെ സന്ദർശിക്കുന്ന സ്ഥലമാണ് അത്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 നിലകളിലായിട്ടാണ്. സാധാരണ ഒരു ചെറിയൊരു വീടാണ്, പക്ഷേ മുറികളൊക്കെ തന്നെ മുറികളിലെല്ലാം ഇതൊക്കെ അങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. പലരും പല ഭാഷകളിലുള്ള ആളുകൾ അവിടെ വന്ന് കണ്ടു ഞങ്ങൾ. അങ്ങനെ 1844 ജനിച്ച നീറ്റ്ഷെ പരമ്പരാഗത ചിന്തകളെ ചോദ്യം ചെയ്ത തത്വചിന്തകനായിരുന്നു നമുക്കറിയാം അല്ലേ. ഇവിടെ അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ നമ്മളൊക്കെ ഓർമ്മിക്കുന്ന ഒരു വാക്കുണ്ട്, നമ്മളൊക്കെ ഓർമ്മിക്കുന്ന ഗോഡ് ഈസ് ഡെഡ് എന്നുണ്ടല്ലേ, ദൈവം മരിച്ചിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ് നീറ്റ്ഷെനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ദൈവവിശ്വാസത്തെ നിഷേധിക്കുകയായിരുന്നില്ല. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മനുഷ്യൻ തൻ്റെ മൂല്യങ്ങൾ സ്വയം സൃഷ്ടിക്കേണ്ട ആവശ്യകതയാണ് ചൂണ്ടിക്കാണിച്ചത്. നമ്മളെല്ലാറ്റിനും ദൈവത്തിന് മുറുകെ പിടിക്കുകയാണല്ലോ, ദൈവത്തിൻ്റെ എല്ലാം ദൈവമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് നമ്മുടേതായൊരു ലോകം, നമ്മുടെ മൂല്യങ്ങൾ സ്വയം സൃഷ്ടിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഊബർമെൻഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരാശയം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മനുഷ്യനെ സ്വന്തം പരിമിതികളെ അതിജീവിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ പ്രചോദിപ്പിക്കുന്നു. ജീവിതത്തിൽ ദുരിതങ്ങളെ ദുഃഖങ്ങളെയൊക്കെ ഭയക്കാതെ അവയെ അതിജീവിച്ച് വളരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ. എനിക്കിഷ്ടമുള്ള അദ്ദേഹത്തിന് കുറേ ഉദ്ധരണികളുണ്ട് കേട്ടോ. ഹീ ഹൂ ഹാസ് എ വൈ ടു ലിവ് ക്യാൻ ബിയർ ഓൾമോസ്റ്റ് എനി ഹൗ. ജീവിക്കാൻ ഒരു എന്തിന് എന്നുള്ള ഒരു മനുഷ്യന് എങ്ങനെയും അതിജീവിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദാറ്റ് വിച്ച് ഡസ് നോട്ട് കിൽ അസ് മേക്സ് അസ് സ്ട്രോങ്ങർ. ബിക്കം ഹൂ യു ആർ. നീ യഥാർത്ഥത്തിൽ ആരാണോ അതായി മാറുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അദ്ദേഹം നിങ്ങളും ഞാനൊക്കെ എപ്പോഴും ഓർത്ത് പോകുന്നൊരു ഉദ്ധരണിയുണ്ട്. വിത്തൗട്ട് മ്യൂസിക് ലൈഫ് വുഡ് ബി എ മിസ്റ്റേക്ക്. സംഗീതമില്ലായിരുന്നുവെങ്കിൽ ജീവിതം ഒരു വലിയ തെറ്റായി മാറിയേനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു നൃത്തം ചെയ്യുന്ന നക്ഷത്രത്തെ സൃഷ്ടിക്കാൻ ഉള്ളിൽ എപ്പോഴും ഒരു കലാപകാരി ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊന്നും അവിടെ ഒന്നും എഴുതി വെച്ചതല്ല കേട്ടോ, ഉദ്ധരണികൾ ഓർത്ത് പറഞ്ഞു പോയതാണ്. നമ്മൾ ജനക്കൂട്ടത്തിൽ ലയിച്ചു പോകാതിരിക്കാൻ ഓരോ വ്യക്തിയും എന്നും പോരാടേണ്ടി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മഹത്തായ ചിന്തകൾക്ക് അതിരുകളില്ല എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നൂറ്റാണ്ടുകളോളം മനുഷ്യരാശിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഗുരുതരമായ മാനസിക അസ്വാസ്ഥ്യം കാരണം നീറ്റ്ഷെയ്ക്ക് എഴുതാൻ പോലും കഴിയാതെ വന്നു. അദ്ദേഹത്തെ പരിചരിച്ചത്
അദ്ദേഹത്തിൻ്റെ അമ്മയും പിന്നീട് സഹോദരിയുമായിരുന്നു. 1900 അദ്ദേഹം അന്തരിച്ചത്. 56 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. ഈ മ്യൂസിയം നമ്മെ പഠിപ്പിക്കുന്നൊരു വലിയ സത്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരം കാലത്തോടൊപ്പം ഇല്ലാതാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും ഈ ലോകത്തെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. ജർമ്മനിയിലെ സാഹിത്യവും തത്വചിന്തയും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. ഇത്തരം ജർമ്മനിയിലെ ചരിത്രവും യാത്രകളൊക്കെ അറിയണമെങ്കിൽ കൂടെ പോന്നോളൂ കേട്ടോ സുഹൃത്തുക്കളെ.